ചേട്ടാ എവിടെ വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാണോ? എന്നാ പിന്നെ രാവിലെ വരാതെ വൈകാൻ കാരണം എന്താ? ഡ്യൂട്ടിക്ക് എന്തായാലും തിരക്ക് കുറയട്ടെ എന്ന് വെച്ചിട്ടാ. രാവിലെ മുതലേ ബൂത്തിൽ തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. സാധാരണഗതിയിൽ ഈ ബൂത്തിൽ എത്ര ശതമാനത്തൊക്കെ പോളിംഗ് ഉണ്ടാവാറുണ്ട്? ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 70 ഉണ്ടായിരുന്നു. അതായത് ശരാശരിയിലും താഴെയാണ്. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം നിയമസഭയിൽ 75% ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തിൽ കുറേ സാധ്യതയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പല്ലേ. മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നിരയൊക്കെ കാണുന്നത്. എന്തായാലും നിരയുണ്ട്. ഇത് എത്രാമത്തെ തവണ വോട്ട് ചെയ്യുന്നത്? ഇത് മൂന്നാമത്തെ ആയി. കഴിഞ്ഞ ലോക്സഭയിലും ഇനി മുമ്പത്തെ നിയമസഭയിലും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇവിടുത്തെ പാലക്കാടിന്റെ ട്രെൻഡ് എങ്ങനെ ഇരിക്കും? കുഴപ്പമില്ല. വോട്ടിംഗ് ശതമാനമൊക്കെ കൂടാൻ സാധ്യതയുണ്ടോ? കൂടാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത് കുറി. കാരണം ഇന്ന് ഏകദേശം സ്കൂളുകളൊക്കെ ലീവാണ്. പോലെ ഒരുപാട് പേര് ഫ്രീ ആണെന്ന് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? പഠിക്കാനല്ല, ഞാൻ വർക്ക് ചെയ്യണം. ഇന്ന് ലീവാണോ? ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട്. ചേട്ടാ എന്തൊക്കെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? നല്ല വർത്തമാനം. ഇതുമാതിരി ഒരു ഇലക്ഷൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെന്താ അങ്ങനെ ഒരു? അതെന്നറിയില്ല, എവിടെ നോക്കിയാലും ജനം, എവിടെ നോക്കിയാലും പ്രശ്നം. ഒക്കെ ജനം കൂടി നിൽക്കാൻ എന്തോ ഒരു എന്താ ഞാൻ പറയാം, ഇതുമാതിരി ഒരു ഇലക്ഷൻ കണ്ടിട്ടില്ല. അത്ര എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എത്ര തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്? ഓർമ്മയുണ്ടോ? തെരഞ്ഞെടുപ്പ് എനിക്കിപ്പോൾ 73 വയസ്സായി. ഞാൻ കുറേ MP യും MLA ഒക്കെ വോട്ട് ചെയ്ത് പോയ ആളാണ്. ഞാൻ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 10-14 കൊല്ലമായി. പക്ഷെ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. വളരെ ഒരു വ്യത്യാസമുള്ളൂ. ജനങ്ങളൊക്കെ വല്ല എന്തോ ഒരു ആവേശം വന്ന മാതിരി അങ്ങനെ ഇരിക്കണം. എന്താ പറയാൻ, വേറൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ കൂടെ പറഞ്ഞാൽ കാണും തന്നെ. അതെന്നെ പറഞ്ഞതേ കാണും. ഓക്കെ ചേട്ടാ, എന്തൊക്കെയാ അതേപോലെ ചോദിക്കും. അങ്ങനെ എല്ലാ ആളുകളും ആവേശത്തോടു കൂടിയാണ്. പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ വോട്ടർമാരും പങ്കുവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രായമായ ആളുകളൊക്കെ പറയുന്നു ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എവിടെയും കാണാത്ത ഒരു വീറും വാശിയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ജനങ്ങൾ ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയോ ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നോക്കൂ, അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിരയായി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. കുറേ സമയമായോ എത്തിയിട്ട്? ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഒരു അരമണിക്കൂറിലും രാവിലെ തൊട്ടേ ഇവിടെ ക്യൂ ഉണ്ട് അല്ലേ? അതറിയില്ല, ഞങ്ങൾ വന്നപ്പോൾ ക്യൂ ഉണ്ട്. വീട് ഇവിടെ അടുത്താണോ? വീട് കാക്കോട്ടുകാവിൻ്റെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? അതിനെ കുറിച്ച് ഇപ്പം നമുക്കറിയില്ലല്ലോ. നല്ലതായിരുന്നു. വോട്ട് നമ്മളെല്ലാം എന്തായാലും ചെയ്യുന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടേത് നമ്മൾ വിനിയോഗിക്കണമല്ലോ, നമ്മുടെ അവകാശമാണത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ പറ്റി എന്താ പറയാനുള്ള നിലവിലെ അവസ്ഥ? അത്ര നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇതിലുള്ള ഒരാളല്ല രാഷ്ട്രീയപരമായിട്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നുണ്ടോ? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ഇതാണ്. എന്തൊക്കെയാ വോട്ടെടുപ്പ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ട്. തിരക്കില്ലേ പറഞ്ഞിട്ട് വന്നതാണ്. മോള് വന്ന് തിരക്കില്ലേ പറഞ്ഞു, അപ്പോൾ വേഗം പോകുന്നതാണ്. അവിടെ വന്നപ്പോൾ കുറച്ച് നേരം എനിക്ക് നിൽക്കേണ്ടി വന്നു. വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അല്ലേ? കഞ്ഞിക്കരയൊക്കെ ആയോ? എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ മോളും പേരക്കുട്ടിയും ഞാനുള്ളൂ. ഇപ്പം മോള് വോട്ട് ചെയ്ത് പോയി. മോള് വന്നപ്പോൾ തിരക്കില്ലാന്ന് പറഞ്ഞു. പേരക്കുട്ടിയെ നോക്കി അവിടെ ഇരുന്നു. തിരക്കില്ലേ പറഞ്ഞപ്പോൾ വേഗം വന്നപ്പോൾ വന്നപ്പോൾ തിരക്ക്. എന്തൊക്കെയുണ്ട് പിന്നെ പാലക്കാട് മണ്ഡലത്തിന്റെ അവസ്ഥ എന്താ? നമ്മളിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്താ പറയുക, നല്ലതായിട്ട് പോകുന്നുണ്ട്. ശരി ചേച്ചി, എന്താ പേര്? അമ്മയുടെ പേരെന്താ? സരസ്വതി. എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ? അങ്ങനെ പോണു, അത്രേ അറിയില്ല. ഉഷാറായി പോകുന്നു. ഓക്കെ. അതെല്ലാവരും തെരഞ്ഞെടുപ്പ് സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ആരും ഒഴിഞ്ഞു മാറി നിൽക്കുന്നില്ല. പല ആളുകളെയൊക്കെ ബൂത്തിലേക്ക് പറഞ്ഞയച്ച് പല ആളുകളും പറഞ്ഞതിന് പ്രകാരം തിരക്കില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് പല ആളുകളും വന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നീണ്ട നിര. അങ്ങനെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടാവുക. ഇത് ആദ്യ വോട്ടാണോ? അല്ല, ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പറയണമെന്നായിട്ടില്ല. പ്രായം എന്താ, ചർമ്മം കണ്ട പ്രായം തോന്നാണ്. അതെനിക്ക് എന്താ അവസ്ഥ, മണ്ഡലത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇവിടെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത്? ഇതേ ബൂത്ത് തന്നെയായിരുന്നു, ഈ സെക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും കണ്ടില്ല. ഇപ്പോൾ പ്രായമായ ആളുകളുണ്ട്, യുവാക്കൾ, വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ ആളുകളും കൂടി എത്തിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി നിരനിരയായി നിൽക്കുകയാണ്. നമ്മൾ വന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ നിര ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. തിരക്കൊഴിയുന്നൊരു സാഹചര്യം എന്തായാലും പിരായിരി പഞ്ചായത്തിലെ ഈ 126ാമത്തെ ബൂത്തിൽ ഇല്ല. 126ഉം തൊട്ടടുത്ത് 128, അതിന് പുറകിൽ 129 എന്നുള്ളതാണ് ഇവിടുത്തെ ബൂത്തുകളുടെ ക്രമം സജ്ജീകരിച്ചിരിക്കുന്നത്.
എന്തായാലും ആളുകളൊക്കെ ആവേശത്തോടു കൂടി പങ്കാളികളാവുന്നു. കഴിഞ്ഞ ഒരു മാസം വിവിധ മുന്നണികൾ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾക്കൊരു ഫലമുണ്ടാവുന്നു എന്നാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. പല സ്ഥലങ്ങളിലെങ്കിലും വലിയ രീതിയിൽ നീണ്ട ക്യൂ ഉണ്ടാകുന്നുണ്ട്. 6 മണിയാകുമ്പോഴേക്കും നമുക്ക് എത്ര ശതമാനത്തോളം വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നതിനെ പറ്റി അറിയാൻ സാധിക്കൂ. കഴിഞ്ഞ തവണ 75% അതിലേക്കൊക്കെ എത്തിയാൽ തന്നെ ഏകദേശം 1,50,000-ഓളം വോട്ട് പോൾ ചെയ്യപ്പെടും. കാരണം 1,94,000 വോട്ടുകളാണ് ആകെയുള്ളത്. 75% ആയി കഴിഞ്ഞാൽ തന്നെ 1,50,000 അടുത്ത് വരും. അതിപ്പോൾ ഏത് മുന്നണികൾക്ക് അനുകൂലമായിട്ടായിരിക്കും വരിക എന്നതിനനുസരിച്ചായിരിക്കും എന്തായാലും സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫലങ്ങളൊക്കെ ഉണ്ടാവുക. അതെ, ശരി. ഗോകുലിലേക്ക് എത്താം. അരുൺ ആലത്തൂർ കൂടി ചേരുന്നു. അതിന് മുൻപ് ഗോകുൽ ഒരു പ്രതികരണം തേടുകയാണ്. നമുക്കത് കേട്ടതിന് ശേഷം നമ്മളെന്തായാലും ചെയ്യേണ്ടത് ചെയ്യുന്നതാണല്ലോ. അല്ല, അതിന്റെ ആവശ്യമില്ല. ആരെങ്കിലും കാലിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലേ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേഗം പോട്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അതറിയില്ല. കുറെ സമയമായോ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല, കുറച്ചേ ആയിട്ടുള്ളൂ. കുറച്ച് നേരെ ആയിട്ടില്ല. വേദന നേരത്തെ ഉള്ളതാണോ? നേരത്തെ ഉള്ളതാണ്. കാലിന് പ്രശ്നമുള്ളതാണ്. അല്ല, കാലിന്. എന്തായാലും അതൊന്നും വിചാരിച്ച് വീട്ടിലിരുന്നില്ല, വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. വോട്ട് നമ്മുടെ അവകാശമല്ലേ, അത് കൊടുക്കാതിരിക്കാതെ പറ്റില്ലല്ലോ. അത് കൊടുത്തന്നെ ആവണം. വോട്ടിന്റെ അവകാശം അതിന്റെ കരുത്തിനെ കുറിച്ചൊക്കെ പരിപൂർണമായ ബോധ്യമുള്ള ആളുകളാണ്. അതെ, തീർച്ചയായും ഗൂഗിൾ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെയാ കാലിന്റെ വേദനയൊക്കെ മറന്നും വോട്ട് ചെയ്യാനുള്ള ആവേശത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പല ബൂത്തുകളും ഭിന്നശേഷി സൗഹൃദ ബൂത്തുകളാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്.